നുറുങ്ങറിവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. പ്രമേഹമുള്ളവർ ഫ്രൂട്ട്സ് കഴിക്കുന്നതിനായി തിരഞ്ഞെടുക്കുമ്പോൾ പഞ്ചസാര കുറവുള്ള നാരുകൾ കൂടുതൽ അടങ്ങിയ ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കുക. പ്രമേഹമുള്ളവർക്ക് കഴിക്കാവുന്ന 10 ഇനം ഫ്രൂട്ട്സിന്റെ വീഡിയോയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഒന്നാമതായി ആപ്പിൾ. കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള നാരുകൾ കൂടുതലടങ്ങിയ ഒരു ഫ്രൂട്ടാണ് ആപ്പിൾ. വൈറ്റമിൻ സി, ആന്റി ഓക്സിഡൻസ് എന്നിവ ഈ ഫ്രൂട്ടിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു. ആപ്പിളിലും പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അളവിൽ കൂടുതൽ കഴിച്ചാൽ രക്തത്തിലെ പഞ്ചസാര വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. പക്ഷേ ആപ്പിൾ തൊലിയോടൊപ്പം കഴിക്കുമ്പോൾ അതിലെ നാരുകൾ പഞ്ചസാരയുടെ ആഗിരണം മന്ദഗതിയിലാക്കുന്നു. ഒരു ദിവസം ഒരു ആപ്പിൾ മാത്രം കഴിക്കുവാൻ ശ്രദ്ധിക്കുക. തൊലിയോടൊപ്പം മാത്രം ആപ്പിൾ കഴിക്കുക. ഒരിക്കലും ജ്യൂസാക്കി കഴിക്കാതിരിക്കുക. അളവ് ശ്രദ്ധിച്ചുപയോഗിച്ചാൽ പ്രമേഹമുള്ളവർക്ക് വളരെ നല്ല സുരക്ഷിതമായ ഒരു തിരഞ്ഞെടുപ്പാണ് ആപ്പിൾ. അമിതമായ അളവിൽ ഷുഗർ ഉള്ളവർ ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രം കഴിക്കുക. ആപ്പിൾ കഴിക്കുന്നതോടൊപ്പം ഉയർന്ന പഞ്ചസാര അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കരുത്. രണ്ടാമതായി പേരയ്ക്ക. പേരയ്ക്കയിൽ ഫൈബർ വളരെ കൂടുതലാണ്. ഇത് പഞ്ചസാരയുടെ ആഗിരണം മന്ദഗതിയിലാക്കുന്നു എന്ന് മാത്രമല്ല വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി ഓറഞ്ച്, നാരങ്ങ വർഗ്ഗങ്ങൾ. ഇത്തരം ഫ്രൂട്ട്സിൽ ജലാംശം ധാരാളം അടങ്ങിയിരിക്കുന്നു. മാത്രമല്ല നാരുകളാലും ആന്റി ഓക്സിഡന്റുകളാലും സമൃദ്ധം. പക്ഷേ അളവിൽ മാത്രം ഉപയോഗിക്കുക. നാലാമതായി പപ്പായ. കുറഞ്ഞ കലോറിയും മതിയായ നാരുകളും അടങ്ങിയ എളുപ്പം ദഹിക്കുന്ന നല്ലൊരു ഫ്രൂട്ടാണ് പപ്പായ. പ്രമേഹമുള്ളവർക്ക് ചെറിയ അളവിൽ ദിവസവും പപ്പായ കഴിക്കാം. അഞ്ചാമതായി ചെറി. ആന്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയ കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ് അടങ്ങിയ ചെറി പ്രമേഹത്തെ നിയന്ത്രിക്കുവാൻ സഹായിക്കുന്ന നല്ലൊരു ഫ്രൂട്ടാണ്. പക്ഷെ അതും അളവിൽ മാത്രം ഉപയോഗിക്കുക. ആറാമതായി കിവി. കിവിയിൽ നാരുകളും വൈറ്റമിൻ സിയും ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ വർധന നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു. ഏഴാമതായി സ്ട്രോബെറി. സ്ട്രോബെറിയിൽ ആന്റി ഓക്സിഡൻസ് വളരെ കൂടുതലും കുറഞ്ഞ പഞ്ചസാരയുമാണ് അടങ്ങിയിരിക്കുന്നത്. ശരീരത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ് സ്ട്രോബെറി. എട്ടാമതായി പേഴ്സിമൺ ഫ്രൂട്ട്. പേഴ്സിമൺ ഫ്രൂട്ടിൽ നാരുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ളതിനാൽ ദഹനം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു എന്ന് മാത്രമല്ല രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഒൻപതാമതായി തണ്ണിമത്തൻ. തണ്ണിമത്തനിൽ ജലാംശം കൂടുതലും കലോറി കുറവുമാണ്. അളവിൽ കഴിച്ചാൽ പ്രമേഹ രോഗികൾക്ക് വളരെ ഗുണകരമാണ് തണ്ണിമത്തൻ. പത്താമത്തേതും ഏറ്റവും അവസാനത്തേതുമായ ഫ്രൂട്ടാണ് അത്തിപ്പഴം. നാരുകൾ അടങ്ങിയ ഇലക്ട്രോലൈറ്റുകൾ, പോഷകങ്ങൾ എന്നിവ ധാരാളം അടങ്ങിയ ഫ്രൂട്ടാണ് അത്തിപ്പഴം. ഉണങ്ങിയ അത്തിപ്പഴം കൂടുതലായി ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഉത്തമം. ശ്രദ്ധിക്കുക, അളവാണ് ഏറ്റവും പ്രധാനം. ഒരു ദിവസം പരമാവധി ഒരു പഴം മാത്രം കഴിക്കുക. ജ്യൂസ് രൂപത്തിലാക്കി കഴിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. ശാരീരികാവസ്ഥ, പ്രമേഹത്തിന്റെ തീവ്രത, മറ്റു മരുന്നുകൾ എന്നിവ അനുസരിച്ച് ഡോക്ടറുടെ നിർദ്ദേശം അനിവാര്യമാണ്. ഫൈബർ കൂടുതലടങ്ങിയ പഴങ്ങൾ കൂടുതലും പ്രയോജനകരമാണ്. ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട് ഏതാണ്, അതിന്റെ ഒരു വീഡിയോ ചെയ്യുമോ എന്ന് കമന്റ് ബോക്സിൽ വന്ന അഭ്യർത്ഥനയുടെ പ്രകാരമായാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.